The cardiac cycle. Circulation of blood. ഹാർട്ടിൽ സർക്കുലേഷന് വേണ്ടി രണ്ട് മെയിൻ ഇവൻറ്റ്സ് ആണ് ഉള്ളത്, സിസ്റ്റോളിയും ഡയസ്റ്റോളിയും. സിസ്റ്റോളി എന്ന് പറഞ്ഞാൽ ഹാർട്ടിൻ്റെ കൺട്രാക്ഷനാണ്, ബ്ലഡിനെ സ്ക്വീസ് ചെയ്ത് പുറത്തേക്ക് വിടുന്ന ഒരു ഇവൻ്റാണ് സിസ്റ്റോളി. ഡയസ്റ്റോളി എന്ന് പറഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റ്, റിലാക്സേഷൻ ഓഫ് ദ ഹാർട്ടാണ്. എന്ന് വെച്ചാൽ ബ്ലഡ് വന്ന് നിറഞ്ഞ് ഹാർട്ട് വീർത്ത് വരുന്നൊരു സിറ്റുവേഷനാണ് ഡയസ്റ്റോളി. സിമ്പിളായിട്ട് ഈ സർക്കുലേഷൻ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ബോഡിയുടെ ടിഷ്യൂസിൽ നിന്ന് വരുന്ന ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഏറ്റവും ആദ്യം വീനക്കാവേ കൂടെ നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലെത്തും. അവിടുന്ന് അത് മൂവ് ഓൺ ചെയ്ത് റൈറ്റ് വെൻട്രിക്കിളിലോട്ട് പോകും. ഈ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടറിയിലോട്ട് പോകും. അവിടുന്ന് നേരെ ലങ്സിൽ പോകും. ലങ്സിൽ നിന്ന് അവർ ഓക്സിജനേറ്റഡ് ആയിട്ട് പൾമണറി വെയിൻസിൽ കൂടെ നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിൽ വരും. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് അവർ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ പോകും. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അവർ അയോട്ടയിൽ കയറിയിട്ട് ബാക്കിയുള്ള ടിഷ്യൂസിൽ കൂടെ പോകും. ഇതിൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് പോകുന്ന പാത്ത് വേനെ നമ്മൾ വിളിക്കുന്നത് പൾമണറി സർക്കുലേഷൻ എന്നാണ്. അതുപോലെ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള പാത്ത് വേനെ നമ്മൾ വിളിക്കുന്നത് സിസ്റ്റമിക് സർക്കുലേഷൻ എന്നാണ്. ഹാർട്ടിൻ്റെ സർക്കുലേഷൻ ഇവൻ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡയസ്റ്റോളിയിലാണ്. എന്ന് വെച്ചാൽ ഹാർട്ട് റിലാക്സ്ഡ് ആയിരിക്കുന്ന ഒരു സ്റ്റേറ്റിലാണ്. ടിഷ്യൂസിൽ നിന്നുള്ള ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് നമ്മുടെ സുപ്പീരിയർ വീനക്കാവേ കൂടെയും ഇൻഫീരിയർ വീനക്കാവേ കൂടെയും റൈറ്റ് ഏട്രിയത്തിലോട്ട് വരും. നമുക്കറിയാം റൈറ്റ് ഏട്രിയത്തിൻ്റെയും റൈറ്റ് വെൻട്രിക്കിളിൻ്റെ ഇടയ്ക്കിരിക്കുന്ന വാൽവാണ് ട്രൈകസ്പിഡ് വാൽവ്. നമ്മൾ പറഞ്ഞു ഡയസ്റ്റോളി എന്ന് പറഞ്ഞാൽ ബ്ലഡ് വന്ന് ഹാർട്ട് ഇൻഫ്ലേറ്റഡ് ആവുന്ന ഒരു ഇവൻ്റാണ് എന്ന്. ഇവിടെ റൈറ്റ് ഏട്രിയം ബ്ലഡ് വന്ന് ഇൻഫ്ലേറ്റഡ് ആവുകയാണ്, അല്ലെങ്കിൽ റിലാക്സ്ഡ് ആവുകയാണ്. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഏട്രിയൽ ഡയസ്റ്റോളി. ഇനി റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് നമ്മുടെ ഈ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിലോട്ട് വരികയാണ്. ഈ സമയത്ത് ട്രൈകസ്പിഡ് വാൽവ് തുറന്ന് ബ്ലഡിനെ റൈറ്റ് വെൻട്രിക്കിളിലോട്ട് കൊണ്ടുവരും. ഈ ട്രൈകസ്പിഡ് വാൽവ് തുറന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ പൾമോണിക് വാൽവ്, വൺ ഓഫ് അവർ സെമി ലൂണാർ വാൽവ്സ്, എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും. എന്തിനാണ്? വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് എല്ലാം കൂടി പൾമണറി ആർട്ടറിയിലോട്ട് പോകാണ്ടിരിക്കുക. നമുക്കറിയാം സിസ്റ്റോളി എന്ന് പറഞ്ഞാൽ ഹാർട്ടിനെ സ്ക്വീസ് ചെയ്ത് ബ്ലഡ് പുറത്തേക്ക് പമ്പ് ചെയ്യുന്ന ഒരു ഇവൻ്റാണ്. ഇവിടെ ഏട്രിയം, റൈറ്റ് ഏട്രിയം ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ സ്ക്വീസ് ചെയ്ത് റൈറ്റ് വെൻട്രിക്കിളിലോട്ട് വിടുമായിരുന്നു. അപ്പം ഈ ഇവൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഏട്രിയൽ സിസ്റ്റോളി. റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലോട്ടുള്ള ആ ബ്ലഡിൻ്റെ ഇജക്ഷൻ അല്ലെങ്കിൽ ഏട്രിയൽ സിസ്റ്റോളി എന്ന് പറഞ്ഞ ഇവൻറ്റ് ഭയങ്കര ഷോർട്ടാണ്, വേഗം തീരും. ഓക്കെ, ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഇപ്പോൾ റൈറ്റ് വെൻട്രിക്കിളിലാണ്. അവിടുന്ന് ഈ ബ്ലഡ് എല്ലാം കൂടി പൾമണറി ആർട്ടറിയിലോട്ട് പോകും, ലങ്സിന് പോകുന്നതിന് മുമ്പായിട്ട്. ഇവിടെ ബ്ലഡിനെ പാസ് ചെയ്ത് വിട്ട് ആ വാൽവിൻ്റെ പേര് പൾമോണിക് വാൽവ് എന്നാണ്. എന്ന് വെച്ചാൽ ഇവിടെ പൾമോണിക് വാൽവ് ഓപ്പൺ ആണ്. പൾമോണിക് വാൽവ് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് ട്രൈകസ്പിഡ് വാൽവ് ക്ലോസ്ഡ് ആയിരിക്കും. എന്തിനാണ്? റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് എല്ലാം കൂടി റൈറ്റ് ഏട്രിയത്തിലോട്ട് ബാക്ക് ഫ്ലോ ചെയ്യാണ്ടിരിക്കാനായിട്ട്. ഇവിടെ ഇപ്പം റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് നമ്മൾ ബ്ലഡിനെ എല്ലാം കൂടി എജക്റ്റ് ചെയ്ത് പൾമണറി ആർട്ടറിയിലോട്ട് വിടുകയാണ് ചെയ്തത്. ഈ ഇജക്ഷൻ ചെയ്യുന്ന ആ ഇവൻറ്റിനെ വിളിക്കുന്നത് സിസ്റ്റോളി എന്നാണ്. അപ്പോൾ ഇവിടെ ഇത് വെൻട്രിക്കുലാർ സിസ്റ്റോളിയാണ്. ഈ ഡീഓക്സിജനേറ്റഡ് ബ്ലഡിൻ്റെ സർക്കുലേഷനെ വിളിക്കുന്ന പേരാണ് പൾമണറി സർക്കുലേഷൻ. നമ്മളിവിടെ ഏട്രിയൽ ഡയസ്റ്റോളിയുടെ കാര്യം പറഞ്ഞു, ഏട്രിയൽ സിസ്റ്റോളിയുടെ കാര്യം പറഞ്ഞു, വെൻട്രിക്കുലാർ സിസ്റ്റോളിയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ശരിക്കും ഈ വെൻട്രിക്കുലർ ഡയസ്റ്റോളി എപ്പോഴാണ് സംഭവിക്കുന്നത്? ശരിക്കും ഈ ഡയസ്റ്റോളി എന്ന് പറയുന്ന ഇവൻറ്റ് ഏട്രിയയ്ക്കും വെൻട്രിക്കിളിനും ഒരേ സമയത്ത് സംഭവിക്കുന്ന ഇവൻറ്റ്സ് ആണ്. ഇവിടെ ആകെയുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ വെൻട്രിക്കുലർ ഡയസ്റ്റോളി കുറച്ചും കൂടി ലോങ്ങറാണ്. എന്ന് വെച്ചാൽ ഏട്രിയൽ ഡയസ്റ്റോളി കഴിഞ്ഞ് ഏട്രിയൽ സിസ്റ്റോളിക്കുള്ളൊരു ടൈമും കൂടെ കൊടുത്തിട്ടാണ് വെൻട്രിക്കുലർ ഡയസ്റ്റോളി എൻഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പോയിന്റ് ഓഫ് ഏട്രിയൽ സിസ്റ്റോളി? അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ. കാരണം ഏട്രിയൽ ഡയസ്റ്റോളി നടക്കുന്ന സമയത്ത് ട്രൈകസ്പിഡ് വാൽവ് തുറന്നിരുന്ന് വെൻട്രിക്കുലർ ഡയസ്റ്റോളി നടക്കുകയാണ്. അപ്പോൾ ഏട്രിയൽ സിസ്റ്റോളിയുടെ ആവശ്യം ശരിക്കും അവിടെ ഉണ്ടോ? ഉണ്ട്. കാരണം ഏട്രിയലുള്ള ബ്ലഡ് എല്ലാം പമ്പ് ചെയ്ത് സ്ക്വീസ് ചെയ്ത് വെൻട്രിക്കിളിൽ എത്തണം. ആ ഒരു ഫൈനൽ എജക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു ഇവൻ്റാണ് ഏട്രിയൽ സിസ്റ്റോളി എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നും കൂടെ പറയുവാണെങ്കിൽ വെൻട്രിക്കുലർ ഡയസ്റ്റോളി ലോങ്ങറാണ് ഏട്രിയൽ ഡയസ്റ്റോളിനേക്കാളും. എന്തിനാണ്? ഏട്രിയലുള്ള ബ്ലഡ്, റിമൈനിങ് ബ്ലഡ് എല്ലാം ഇജക്റ്റ് ചെയ്ത് വെൻട്രിക്കിളിൽ എത്താനുള്ളൊരു ടൈം ഗ്യാപ്പ് കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ഇവൻ്റ് അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ ഏട്രിയൽ സിസ്റ്റോളി നടക്കുന്ന സമയത്ത് വെൻട്രിക്കുലർ ഡയസ്റ്റോളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് ജസ്റ്റ് എബൌട്ട് ടു എൻഡ്. അങ്ങനെ പൾമണറി ആർട്ടറിയിൽ നമ്മുടെ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എല്ലാം കൂടെ ചെന്ന് ലങ്സിലോട്ട് പോകും. ലങ്സിൽ വെച്ച് ഇവരെല്ലാവരും കൂടി ഓക്സിജനേറ്റഡ് ആയിട്ട് പൾമണറി വെയിൻസിൽ കൂടെ തിരിച്ച് നമ്മുടെ ഹാർട്ടിലോട്ട് വരും. ലങ്സിൽ നിന്ന് പൾമണറി വെയിൻസ് വഴി വന്ന് നമ്മുടെ ഓക്സിജനേറ്റഡ് ബ്ലഡ്
ലെഫ്റ്റ് ഏട്രിയത്തിൽ എത്തുന്നു. ഇത് വീണ്ടും ഏട്രിയൽ ഡയസ്റ്റോളിയാണ്. അതുപോലെ തന്നെ ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്നുണ്ടായിരുന്ന ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് എല്ലാം കൂടി സ്ക്വീസ് ചെയ്ത് ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ട് വരും. ഈ രണ്ട് സമയത്തും നമ്മുടെ മിട്രൽ വാൽവ് ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. മിട്രൽ വാൽവ് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് അയോട്ടിക് വാൽവ് ക്ലോസ്ഡ് ആയിരിക്കും. ഈ ഇവന്റിനെ വിളിക്കുന്ന പേരാണ് ഏട്രിയൽ സിസ്റ്റോളി. നമ്മൾ റൈറ്റ് സൈഡിൽ പറഞ്ഞതുപോലെ തന്നെ. അങ്ങനെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ വന്ന ഓക്സിജനേറ്റഡ് ബ്ലഡ് അയോട്ടിക് വാൽവ് വഴി നമ്മുടെ അയോട്ടയിലോട്ട് പോകും. അപ്പോൾ അയോട്ടിക് വാൽവ് ഇവിടെ ഓപ്പൺ ആണ്. അയോട്ടിക് വാൽവ് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് മിട്രൽ വാൽവ് ക്ലോസ്ഡ് ആയിരിക്കും. എന്തിന്? ബാക്ക് ഫ്ലോ അവോയ്ഡ് ചെയ്യാനായിട്ട്. ഇത് വീണ്ടും വെൻട്രിക്കുലർ സിസ്റ്റോളിയാണ്. ഈ ഓക്സിജനേറ്റഡ് ബ്ലഡിൻ്റെ സർക്കുലേഷനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റമിക് സർക്കുലേഷൻ. അതെന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നതെന്ന് വെച്ചാൽ അയോട്ടയിൽ നിന്ന് ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് പിന്നെ പോകുന്നത് നമ്മുടെ ബോഡിയിലുള്ള ബാക്കിയുള്ള ഓർഗൻസിലോട്ടും ടിഷ്യൂസിലോട്ടും ഒക്കെയാണ്. ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ലെഫ്റ്റ് ഏട്രിയമും റൈറ്റ് ഏട്രിയമും ഒരേ സമയത്താണ് കോൺട്രാക്റ്റ് ചെയ്യണത്. അതുപോലെ തന്നെ ലെഫ്റ്റ് വെൻട്രിക്കിളും റൈറ്റ് വെൻട്രിക്കിളും ഒരേ സമയത്താണ് കോൺട്രാക്റ്റ് ചെയ്യണത്. അതേ സമയത്ത് ഏട്രിയയും വെൻട്രിക്കിളും ഒരേ സമയത്ത് കോൺട്രാക്റ്റ് ചെയ്യത്തില്ല. അതെന്തുകൊണ്ടാണ്? അവിടെയുള്ള AV നോഡ് ആക്ഷൻ പൊട്ടൻഷ്യൽസിനെ ഡിലേ ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഏട്രിയയിൽ നിന്ന് ബ്ലഡ് എല്ലാം സ്ക്വീസ് ഔട്ട് ചെയ്ത് വെൻട്രിക്കിളിൽ എത്താനുള്ളൊരു ഗ്യാപ്പിന് വേണ്ടിയാണ് AV നോഡ് ആക്ഷൻ പൊട്ടൻഷ്യൽസിനെ അവിടെ ഡിലേ ചെയ്യുന്നത്. നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. വെൻട്രിക്കിൾസ് കോൺട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് പൾമണറി ആർട്ടറിയിലോട്ടും അയോട്ടയിലോട്ടും പോകും. ഈ സമയത്ത് മിട്രൽ വാൽവും ട്രൈകസ്പിഡ് വാൽവും ക്ലോസ്ഡ് ആയിരിക്കും. അയോട്ടിക് വാൽവും പൾമോണിക് വാൽവും ഓപ്പൺ ആയിരിക്കും. വെൻട്രിക്കിൾസ് റിലാക്സ് ചെയ്യുന്ന സമയത്തോ അയോട്ടിക് വാൽവും പൾമോണിക് വാൽവും ക്ലോസ്ഡ് ആയിരിക്കും. മിട്രൽ വാൽവും ട്രൈകസ്പിഡ് വാൽവും ഓപ്പൺ ആയിരിക്കും. നമ്മുടെ ഗട്ട് അല്ലെങ്കിൽ ഗാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ട്രാക്ട് എന്ന് പറയുന്ന ഒരു ഐറ്റം ആക്ച്വലി കുറച്ച് സ്പെഷ്യലാണ്. ഇവിടെ വരുന്ന ഓർഗൻസ് ആണ് സ്റ്റൊമക്കും സ്പ്ലീനും പാൻക്രിയാസും ലാർജ് ഇൻറ്റസ്റ്റൈനും സ്മോൾ ഇൻറ്റസ്റ്റൈനും അവിടെയുള്ള അപ്പൻഡിക്സും ലിവറും എല്ലാം. നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലെ ഓർഗൻസിനെല്ലാം ലിവറുമായിട്ടൊരു സ്പെഷ്യൽ കണക്ഷനുണ്ട്. ഈ കണക്ഷനെ വിളിക്കുന്ന പേരാണ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻസ് വെച്ച് ഉണ്ടാക്കിയേക്കുന്ന ഒരു കളക്ഷൻ ഓഫ് ബ്ലഡ് വെസൽസിനെ വിളിക്കുന്ന പേരാണ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. ഈ വെയിൻസ് എല്ലാം നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലുള്ള ഓർഗൻസിൽ നിന്ന് ബ്ലഡ് എടുത്തുകൊണ്ട് പോയി ലിവറിന് കൊണ്ട് കൊടുക്കും. ലിവർ എന്നിട്ട് ഇതെല്ലാം ഒന്ന് ഡീടോക്സിഫൈ ചെയ്തിട്ടാണ് വീന കാവേലിലോട്ട് പറഞ്ഞു വിടുന്നത്. അപ്പം ഹാർട്ടിൽ വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ നിന്ന് വരുന്ന ബ്ലഡ് എല്ലാം ലിവർ ഒന്ന് ഡീടോക്സിഫൈ ചെയ്തിട്ടാണ് ഹാർട്ടിലേക്ക് വിടുന്നത്. സോ ഓൾ ദീസ് ബ്ലഡ് ആർ ഡീടോക്സിഫൈഡ് ട്വൈസ്. ഹാർട്ട് സൗണ്ട്സ് ലബ്ഡ് അപ്പ് എന്ന് നമ്മൾ വിളിക്കുന്ന ഈ ശബ്ദം ആക്ച്വലി ഹാർട്ട് വാൽവുകൾ അടയുന്ന സൗണ്ടാണ്. കുറച്ചും കൂടെ കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ ഹാർട്ട് വാൽവ് അടയ്ക്കുമ്പം നമ്മുടെ ബ്ലഡ് പോയി നമ്മുടെ ഹാർട്ട് വോളുകളിൽ മതിലുകളിൽ ഇടിക്കുന്ന സൗണ്ടാണ് ആക്ച്വലി ഈ ലബ്ഡ് അപ്പ് എന്ന് നമ്മൾ പറഞ്ഞ് കേൾക്കുന്നത്. അല്ലെങ്കിൽ ബ്ലഡ് ടർബുലൻസിനെ വിളിക്കുന്നതാണ് ഈ ഹാർട്ട് സൗണ്ട്സ് എന്ന്. ലബിനെ നമ്മൾ S1 ആയിട്ട് അല്ലെങ്കിൽ സൗണ്ട് 1 ആയിട്ടും ഡബിനെ നമ്മൾ S2 അല്ലെങ്കിൽ സൗണ്ട് 2 ആയിട്ടുമാണ് പറയുന്നത്. മിട്രൽ വാൽവും ട്രൈകസ്പിഡ് വാൽവും അടയുന്ന സൗണ്ടാണ് S1. അതുപോലെ നമ്മുടെ സെമി ലൂണാർ വാൽവ്സ് അടയുന്ന സൗണ്ടാണ് S2. ഒരു കാർഡിയാക് സൈക്കിൾ കംപ്ലീറ്റ് ആകുന്നത് ഹാർട്ട് ഫില്ലപ്പായി ആ ബ്ലഡിനെ മൊത്തം പമ്പ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. ഈ ബ്ലഡ് കളക്ഷനും അതിൻ്റെ പമ്പിങ് ഔട്ടും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് SA നോഡ് ഉണ്ടാക്കുന്ന ആക്ഷൻ പൊട്ടൻഷ്യൽസ് ആണ്. അപ്പോൾ നമുക്ക് പറയാം SA നോഡ് ഉണ്ടാക്കുന്ന ആക്ഷൻ പൊട്ടൻഷ്യൽസ് ആർ ഈക്വൽ ടു ദ നമ്പർ ഓഫ് കാർഡിയാക് സൈക്കിൾസ് എന്ന്. SA നോഡിൽ നിന്ന് വരുന്ന ആക്ഷൻ പൊട്ടൻഷ്യൽസിൻ്റെ എണ്ണം തന്നെയാണ് ഹാർട്ട് ബീറ്റ്സ്. അപ്പോൾ നമുക്ക് പറയാം ആക്ഷൻ പൊട്ടൻഷ്യൽസ് മെയ്ഡ് ബൈ SA നോഡ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് കാർഡിയാക് സൈക്കിൾസ് വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു ദ ഹാർട്ട് ബീറ്റ്സ് അല്ലെങ്കിൽ പൾസ്. ഒരു കാർഡിയാക് സൈക്കിളിന് അല്ലെങ്കിൽ ഒരു ഹാർട്ട് ബീറ്റിന് എടുക്കുന്ന സമയം 0.8 സെക്കൻഡ്സ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ വെൻട്രിക്കിൾസ് പെർ ബീറ്റ് 70 ml ഓഫ് ബ്ലഡ് പുറത്തേക്ക് എജക്റ്റ് ചെയ്യും. ഈ അളവിനെ പറയുന്ന പേരാണ് സ്ട്രോക്ക് വോളിയം. എന്ന് വെച്ചാൽ ഓരോ കാർഡിയാക് സൈക്കിളിലും 70 ml ഓഫ് ബ്ലഡ് നമ്മുടെ വെൻട്രിക്കിൾസ് പുറത്തേക്ക് എജക്റ്റ് ചെയ്യുന്നുണ്ട്. ഹാർട്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ എത്ര ഹാർട്ട് ബീറ്റ്സ് ഉണ്ട് എന്നതാണ്. ഇനി വരുന്നൊരു പാരാമീറ്ററാണ് കാർഡിയാക് ഔട്ട്പുട്ട്. കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹാർട്ട് റേറ്റ് ആണ്. നമുക്കറിയാം ഹാർട്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് 70 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. അതുപോലെ സ്ട്രോക്ക് വോളിയം നമുക്കറിയാം 70 ml ആണ് ഓരോ ഹാർട്ട് ബീറ്റ്സിലും ഉണ്ടാക്കുന്നത്. അപ്പോൾ 70 ml ഇൻറ്റു 70 ഹാർട്ട് ബീറ്റ്സ് എന്ന് നോക്കുവാണെങ്കിൽ അറൗണ്ട് ഒരു 5 ലിറ്റർ ബ്ലഡ് ഒരു മിനിറ്റിൽ നമ്മുടെ ഹാർട്ട് പുറത്തേക്ക് പമ്പ് ഔട്ട് ചെയ്യുന്നുണ്ട്. കാർഡിയാക് സൈക്കിളിൻ്റെ ടോപ്പിക്സ് എല്ലാം അവൈലബിൾ ആണ് ആസ് എ നോട്ട് ഫോമാറ്റ്.
ഇത് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ആഡ് ചെയ്യാറുണ്ട്. അവർ ലിങ്ക് ഈസ് ഓൾറെഡി ഗീവൻ ഇൻ ദ ബയോ. ഇഫ് യു വാണ്ട് യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് ഡൗൺലോഡ് ദ നോട്ട്സ്. താങ്ക് യു.